കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യം വന്നപ്പോൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ് നമ്മളടക്കമുള്ള സാധാരണക്കാർ. കാരണം ഇത്രയധികം കോടിയുടെ രൂപ, ഒരുപക്ഷെ കേരളം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരയുമ്പോഴാണ് ഇങ്ങനെ ഓരോ സഹകരണ ബാങ്ക്, പാവങ്ങൾക്ക് അത്താണിയാകേണ്ട സഹകരണ ബാങ്കുകളിൽ വായ്പാ തട്ടിപ്പ് നടത്തി ഭരണകക്ഷി തന്നെ ഇപ്രകാരം കാശ് അടിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തുന്നത്. കരുവന്നൂരിലെ ഞെട്ടൽ ഒരുപക്ഷെ കണ്ടലയിലേക്ക് വ്യാപിക്കുമ്പോൾ അത് CPM മാത്രമല്ല CPIയും കൂടി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി മാറുന്നു. ഇനി ഇതിൽ രണ്ടാം ഘട്ട അന്വേഷണം പോലും വലിയ വെളിപ്പെടുത്തലൊക്കെ നടത്താനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങുന്നു എന്നും മനസ്സിലാക്കുന്നു. അനു പറഞ്ഞതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് സമാനമായി തന്നെയുള്ള, അതായത് CPM നേതൃത്വത്തിലുള്ള ബാങ്കുകളായിരുന്നു ബഹുഭൂരിപക്ഷം തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് എങ്കിൽ മറ്റൊരു ഘടകകക്ഷിയായ CPIയും ഒട്ടും പിന്നിലല്ല. ഇത്തരം തട്ടിപ്പുകൾക്ക് സഹകരണ ബാങ്കുകളെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിന്ന് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന കാര്യത്തിൽ എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു N ബാസുരാങ്ങന്റെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നത്. CPI നേതാവാണ്. ഒപ്പം തന്നെ കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ ഏറെക്കാലം അതിന്റെ പ്രസിഡന്റായി നിന്നിട്ടുള്ള ആളാണ്. ഈ പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു തട്ടിപ്പുകളെല്ലാം തന്നെ N ബാസുരാങ്ങൻ നടത്തുകയും ചെയ്തിരുന്നത്. ആദ്യ ഘട്ടത്തിലെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ N ബാസുരാങ്ങനുണ്ട്. മകൻ അഖിൽജിത്ത് രണ്ടാം പ്രതിയാണ്. ബാസുരാങ്ങൻ ഒന്നാം പ്രതിയാണ്. ബാസുരാങ്ങന്റെ രണ്ട് പെൺമക്കൾ, അവർ തൊട്ടടുത്ത മൂന്നാം പ്രതിയായി വരുന്നത് ബാസുരാങ്ങന്റെ ഭാര്യയാണ്. മറ്റ് ആളുകൾ, ഇവരെല്ലാവരും തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു. ഈ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഇതിൽ സ്വാധീനിച്ച ആളുകൾ, അതായത് ബാസുരാങ്ങന് മേൽ സമ്മർദ്ദം ചെലുത്തിയ ആളുകളുണ്ട്, സ്വാധീനം ചെലുത്തിയ നിരവധി ആളുകളുണ്ട്. ചില അനധികൃത ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി നിരന്തരം ബാസുരാങ്ങനെ ബന്ധപ്പെട്ടിരുന്ന ഉന്നത രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവരിലെല്ലാം കേന്ദ്രീകരിച്ചാണ്, കാരണം ആദ്യം 4 കോടിയോളം രൂപ ഇവർ മാത്രം നടത്തിയ തട്ടിപ്പ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ബാസുരാങ്ങനും കുടുംബവും നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ബാങ്കിന് സംഭവിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആദ്യഘട്ടത്തിൽ 101 കോടിയും പിന്നീട് അത് അതിലധികം കോടികളുടെ വലിയ തട്ടിപ്പിലേക്കെല്ലാം അന്വേഷണ സംഘം കൃത്യമായി തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത്തരത്തിൽ വായ്പാ തട്ടിപ്പിന് കൂട്ടുനിന്ന നിരവധി നേതാക്കളുണ്ട്. അതിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളുടെ അടക്കമുള്ള നേതാക്കളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ആളുകളിലെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇവരിൽ പലരെയും ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിക്കുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് കേസിന്റെ നടപടികൾ തുടരുകയും ചെയ്യുന്നത്. ഈ 6 പ്രതികളിൽ 2 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. മറ്റ് 4 പ്രതികളോടും 5-ാം തീയതി കോടതിയിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കലൂർ PMLA കോടതിയിൽ നേരിട്ട് ഹാജരാകണം. അതിനുശേഷം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിടുകയായിരിക്കും ചെയ്യുക. മുഖ്യ കണ്ണികൾ എന്ന നിലയിലാണ് ആദ്യം N ബാസുരാങ്ങന്റെയും ഒപ്പം തന്നെ മകൻ അഖിൽജിത്തിന്റെയും അറസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ അവരിപ്പോൾ റിമാൻഡിൽ തുടരുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ N ബാസുരാങ്ങന്റെ ജാമ്യാപേക്ഷയും കലൂരിലെ PMLA കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ക്രൈംബ്രാഞ്ച് കേസുമായി ബന്ധപ്പെട്ട് ബാസുരാങ്ങന്റെ ജാമ്യാപേക്ഷ പരിഗണനയിലുള്ളത് സുപ്രീം കോടതിയിലാണ്. അതേ സമയത്ത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് N ബാസുരാങ്ങന്റെ ജാമ്യാപേക്ഷ ഇന്ന് കലൂരിലെ പ്രത്യേക PMLA കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്രീകരിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിന് സമാനമായി കണ്ടല ബാങ്കിലും അന്വേഷണം നീളുകയും ചെയ്യുന്നത്.